തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ അഴിമതികളുടെ ഒരു അറ്റം മാത്രമാണ്. തുടർഭരണത്തെ തുടർന്ന് കേരളത്തിലെ CPM-ൽ വൻതോതിലുള്ള അപജയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ പാർട്ടി ഏറ്റവും വലിയ അഴിമതിക്കാരുടെ കൈകളിൽ അമർന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണിത്. ഓരോ ജില്ലയിലെയും സ്ഥിതി ഇതാണ്. തുടർഭരണത്തിൻ്റെ വെളിച്ചത്തിൽ ആവശ്യാനുസരണമുള്ള പണമുണ്ടാക്കുക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി തൻ്റെ നിലപാട് വ്യക്തമാക്കണം. ഒരു ശബ്ദരേഖയുടെ പേരിൽ ഇവിടെ ഇപ്പോൾ കേസുകളെടുത്ത് സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, തൃശ്ശൂരിലെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഗവൺമെൻറ് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. വലിയ സാമ്പത്തിക കുറ്റമാണ് ഇവിടെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. കപ്പലണ്ടി വിറ്റ് നടന്നയാൾ കോടിക്കണക്കിന് രൂപയുടെ ഉടമയായി എന്ന് പറയുന്നതും ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വെച്ചുകൊണ്ട് അവർ വലിയ ഗുരുതരമായ അഴിമതി ചെയ്തുവെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത്. അപ്പോൾ എത്ര ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ജില്ലയുടെ കാര്യമാണ്, മറ്റ് ജില്ലകളുടെ സ്ഥിതി ഇതുതന്നെ ആയിരിക്കും. അപ്പോൾ തുടർഭരണത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയായി CPM-നെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ തന്നെ അവിടെ ഒരു ബാങ്കിൻ്റെ കാര്യത്തിൽ, കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിലുള്ള അഴിമതി, ആ അഴിമതി എല്ലാം വെളിച്ചത്ത് വന്നതാണ്. എന്നിട്ടും അതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല. പാർട്ടി അവിടെയും നേതാക്കന്മാരെ വെള്ളപൂശുകയാണ് ചെയ്തത്. ഇവിടെയും വെള്ളപൂശാനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. അതാണ് വിശദീകരണം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ അഴിമതിക്കാരായ ആളുകളെ സംരക്ഷിക്കാൻ CPM എപ്പോഴും വ്യഗ്രത കാട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഏതായാലും ആഭ്യന്തര വകുപ്പും പോലീസും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് ഈ അഴിമതി അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്നലെ KSUക്കാരെ മുഖംമൂടി ധരിച്ച് അവർ കൊള്ളക്കാരോ വല്ലതുമാണ്. KSUക്കാരെന്താ കൊള്ളക്കാരാണോ? അവരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്? അവരെ മുഖംമൂടി ധരിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ കൊണ്ടുപോവുക, ഇതെന്നെ വെള്ളരിക്കപ്പെട്ടതാണോ? ഇതെന്താ ഇവിടെ നടക്കുന്നത്? പോലീസിന് എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 3 KSU പ്രവർത്തകരുടെ മുഖംമൂടിയിട്ട് അവരെ കോടതി പോലും പോലീസിനെ നിശിതമായി വിമർശിക്കുകയുണ്ടായി. ഈ കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസിന് എന്ത് പറ്റി? പോലീസിന് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണോ? എന്താ ഇവിടെ നടക്കുന്നത്? ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ആ പോലീസിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല, മാധ്യമങ്ങൾ ചോദിച്ചാൽ മിണ്ടത്തില്ല. എന്ത് ഭരണമാണിത്? KSU കുട്ടികളെ മുഖംമൂടി ധരിച്ചു കൊണ്ടുവരുന്നവരെന്താ കൊള്ളക്കാരുമല്ലോ ആണോ? ഇതൊക്കെ വളരെ പോലീസിൻ്റെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ പിണറായി ഭരണത്തിൻ്റെ കീഴിൽ പോലീസ് ഇന്ന് ഏറ്റവും വലിയ ജനവിരുദ്ധ പോലീസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനവിരുദ്ധ പോലീസിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടൂരിൽ ഒരു DYFIക്കാരനെ പോലീസ് അടിച്ചു കൊന്നതാണെന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? അപ്പം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന നിലയിൽ തുടർഭരണത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകും.